കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ദുരന്തമായി മാറിയ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന സൗഹൃദ സംഭാഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോടൊപ്പം എൻ്റെ വലതുവശത്ത് ശ്രീ നാം ഹരിഹരൻ, ഇവിടെ ശ്രീ ബിജു നായർ. ശ്രീ നാം ഹരിഹരൻ ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടാണ്. ശ്രീ ബിജു നായർ ഒരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ്. ഞാൻ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന്. 3 വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള ആളുകൾ ഈ ഒരു സൗഹൃദ സംഭാഷണത്തിലെത്തുമ്പോൾ ഇന്ന് നമ്മുടെ മലയാളക്കരയെ പിടിച്ചുലയ്ക്കുക, ഒരുപാട് ജീവൻ നഷ്ടമാക്കിയ, നമ്മുടെ എല്ലാവരെയും ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിച്ച വയനാട് ദുരന്തത്തിൻ്റെ മുൻകാലങ്ങളും അതിനുശേഷമുള്ള ദുരന്ത നിവാരണ മേഖലകളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ശ്രീ നാം ഹരിഹരനോടൊരു ചോദ്യം. ഉരുൾപൊട്ടൽ എന്ന് നമ്മൾ പലപ്പോഴും ഒരുപാട് കേട്ടിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ആക്ച്വലി എന്താണ് ഉരുൾപൊട്ടൽ? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പലതും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടും അതിൻ്റെ ഭീകരതയും അതിനുള്ള ശക്തിയും പലപ്പോഴും മനസ്സിലാവാതെ പോകാറുണ്ട്. ഉരുൾപൊട്ടുക എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് ഉരുണ്ട് വരുന്ന വലിയ വസ്തുക്കൾ, പാറകൾ തുടങ്ങിയവ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളാണെന്ന് പറയാമെങ്കിലും ഈ ഉരുൾപൊട്ടലും മണ്ണൊലിപ്പും പ്രളയവും ചേർന്നുണ്ടാകുന്ന ഒന്നിച്ചുണ്ടാകുന്ന കുത്തൊഴുക്കിൻ്റെ ആഘാതം, അത് ഉയർത്തുന്ന അതിഭീകരമായ ശക്തി, അതിനു മുമ്പിൽ മനുഷ്യനും മനുഷ്യനിർമ്മിത പ്രതിരോധ വസ്തുക്കൾക്കും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ എന്നത് വലിയ തോതിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു വലിയ ദുരന്തമായിരുന്നു വയനാട് ദുരന്തം. ആ അർത്ഥത്തിൽ അതിനെ ശാസ്ത്രീയമായി മനസ്സിലാക്കുകയും അതിന് കഴിയാവുന്നത്ര വിധത്തിൽ ചെറുക്കാനുള്ള തയ്യാറെടുപ്പുകളും നടത്തേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് കൂടി ഈ ദുരന്തം വിരൽ ചൂണ്ടുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മലയാളികൾ പലപ്പോഴും പറഞ്ഞൊരു വിഷയമാണ്, പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിതമാണ്, അതിനെ നമുക്ക് തടയാമായിരുന്നു. എന്തു പറയുന്നു? ഈ വയനാട്ടിലെ ദുരന്തം മനുഷ്യ ദുരന്തമാണെന്ന് പറയാൻ പറ്റുമോ? അല്ല, അതിൽ പറയുകയാണെങ്കിൽ ഈ ഇപ്പോൾ പറഞ്ഞ ആ ഉരുൾപൊട്ടലിന്റെ ഡെഫിനിഷൻ പറഞ്ഞല്ലോ, അതിനകത്ത് നിന്ന് തന്നെ നമുക്ക് എടുക്കാം. പ്രകൃതിക്ക് പ്രകൃതിയുടേതായ ചില റീവർക്കിംഗ് ഉണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ നടത്തുന്ന റീവർക്കിങ്ങിൽ പ്രകൃതി ചെയ്യുന്ന ചില കാര്യങ്ങൾ നമുക്ക് തടുക്കാൻ കഴിയില്ല. അത് അതിന് സംഭവിച്ചേ തന്നെ പറ്റുള്ളൂ. ഇപ്പോൾ ഈ വയനാട് തന്നെ സംഭവിച്ചു കാലാകാലങ്ങളായിട്ട് ഉണ്ടാകുന്ന മഴകളുടെ കനം അല്ലെങ്കിൽ ആ കട്ടി അതിനേക്കാളൊക്കെ വളരെ ഇരട്ടിയായിട്ടുള്ളൊരു മഴയാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് മനുഷ്യനിർമ്മിതമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഇതിന് സംഭവിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ അല്ല, 80% പ്രകൃതിയുടെയും 20% മനുഷ്യൻ്റെ ഇടപെടലാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതാണ് ആ ഒരു കാഴ്ചപ്പാടിൽ നോക്കുക. കാരണം പ്രകൃതിക്ക് ഉണ്ടാവുന്ന ചില വ്യതിയാനങ്ങളിൽ, പ്രകൃതി നൽകുന്ന ചില സന്തുലിതാവസ്ഥയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് പ്രകൃതി തന്നെ നടത്തുന്ന ചില വ്യത്യാസങ്ങളിൽ അതിൻ്റെ ആഴം കൂട്ടുന്നത് ഒരുപക്ഷെ മനുഷ്യൻ്റെ നിർബന്ധമായ കാര്യങ്ങളായിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ കാലാകാലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രകൃതിയിലേക്കുള്ള കടന്നുകയറ്റം, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്ന കൺസ്ട്രക്ഷൻസ്, അതുപോലെ ഈ പ്രത്യേകിച്ച് ഈ വയനാട് ഭാഗങ്ങളിൽ നടത്തിയെടുക്കുന്ന വിളകൾ തന്നെ ആ മണ്ണിൻ്റെ ശക്തി കുറയ്ക്കാനും മരങ്ങൾ വെട്ടിമാറ്റി ഇത്തരം വിളകൾ അവിടെ നടുമ്പോൾ അത് മണ്ണ് പിടിച്ചു നിർത്താനുള്ള ശക്തി കുറയുകയും, പിന്നെ ഈ ഭാഗങ്ങളിൽ, അതായത് ചെരിവുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ കൂടുതലും കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നാച്ചുറലായിട്ടും പ്രകൃതി തന്നെ അത്തരം ഒരു ദുരന്തമായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നമ്മളുടെ തന്നെ ആ ഒരു കുറേ കൺസ്ട്രക്ഷൻ കൊണ്ട് നമ്മൾ തന്നെ ഇടപെടൽ കൊണ്ടും അതിൻ്റെ ആഘാതം ഇരട്ടിയായി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ. പറയാതെ പറഞ്ഞു പോകേണ്ട ഒരു വിഷയം, ഇതൊരു തരം വെള്ളപൂശലാണ്, മനുഷ്യനിർമ്മിതം. ഈ പ്രകൃതി, പരിസ്ഥിതി, കടലിൻ്റെ സമ്പത്ത്, മീന്, ഇവയെല്ലാം മനുഷ്യനാണ് കൊള്ളയടിക്കുന്നത്, മനുഷ്യനാണ് ചൂഷണം ചെയ്യുന്നതെന്ന് പറയുന്നതിൽ ഒരു വലിയ അപകടം പതിയിരിക്കുന്നുണ്ട്. വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ, ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ പരിശോധിച്ചാൽ മരണപ്പെട്ടു പോയവരും കാണാതായവരും ഈ ദുരന്തത്തിലേക്ക് വഴി നയിക്കുന്ന യാതൊന്നും ചെയ്തിട്ടില്ല. സാധാരണ മനുഷ്യരുടെ ഇടപെടലുകളിൽ നിന്ന് അവർ പ്രകൃതിയുമായി മല്ലിട്ട് ഉപജീവനം നടത്തുന്ന രീതികൾ പ്രകൃതിക്ക് ദോഷം വരുത്തുന്നതല്ല.
ബിജു പറഞ്ഞ വിഷയങ്ങളിൽ അടിസ്ഥാനമുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു പഠിക്കേണ്ടതുണ്ട് എന്നതിലേക്കും ചർച്ച തിരിയേണ്ടതുണ്ട്. ഇതൊന്നും മനുഷ്യനിർമ്മിതങ്ങളല്ല ആ ചർച്ചയ്ക്ക് പ്രസക്തി ഉണ്ടാകണമെന്നുള്ളതെങ്കിൽ, മറിച്ച് സംഘടിതമായ സമ്പത്ത് വിനിയോഗിച്ച് ഭീമമായ ലാഭമെടുക്കാൻ ശ്രമിക്കുന്ന ശ്രമഫലമാണ് എന്ന അർത്ഥത്തിൽ തന്നെ പറയണം. എല്ലാവരെയും, എന്നെയും നിങ്ങളെയും മരിച്ചുപോയവരെയും അതിൽ പെടുത്താതിരിക്കാൻ ഭാഷാപരമായി ശ്രദ്ധിക്കേണ്ടത്. ഈ 3 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ ഈ ദുരന്തത്തെ അതിജീവിച്ചു എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദുരന്തത്തെ അല്ല, ദുരന്ത നിവാരണങ്ങൾ നമ്മൾ ശരിയായ പാതയിലാണ് എന്ന് തോന്നുന്നുണ്ടോ? വലിയൊരു പരിധിവരെ നമ്മൾ അങ്ങനെ ഉണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. കൃത്യമായിട്ട് ഇടപെടലുകൾ, കൃത്യമായിട്ടുള്ള സജ്ജീകരണം, കൃത്യമായിട്ടുള്ള വിവിധ ഏജൻസികളെയും പ്രവർത്തന സംഘടനകളെയും കോർത്തിണക്കൽ എന്നതൊക്കെ മലയാളി സ്ഥിരമായി കാണിക്കാവുന്ന മലയാളി ഏജൻസികളും മലയാളി സർക്കാരുകളും ചെയ്യുന്ന വിധത്തിൽ വലിയൊരു പങ്ക് നമുക്കതിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം, അതിൻ്റെ കുറവ് ഇല്ല എന്ന് മേനി നടിച്ചു പോകുന്നത് ശരിയല്ല. ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പും, ഇന്നത് പോലത്തെ നടന്നാൽ എന്താണ് ചെയ്യേണ്ടത്, ആദ്യമായിട്ട് ഇതിനോട് പ്രതികരിക്കേണ്ടത് ആര് നിയന്ത്രണത്തിലെടുക്കണം, കേന്ദ്ര ഏജൻസികളും പട്ടാളം പോലെയുള്ള ഒരു സംഘടിത ഏജൻസിയും ഇടപെടുമ്പോൾ എന്താണ് അതിൻ്റെ വശങ്ങൾ, എങ്ങനെയാണ് അതിനെ കോർത്തിണക്കേണ്ടത് എന്നതിന് കൃത്യമായിട്ടൊരു പാഠ്യപദ്ധതി പോലെ ഉണ്ടാക്കി തയ്യാറാക്കി വെക്കേണ്ടത് ഒരു ദുരന്ത നിവാരണത്തിൻ്റെ, ദുരന്ത ലഘൂകരണത്തിൻ്റെ പ്രധാന പദ്ധതിയായിട്ട് മലയാളി അംഗീകരിക്കേണ്ടത്. ഇപ്പം അതിൽ നമ്മൾ പറഞ്ഞു പോകണം. എനിക്ക് തോന്നുന്നു ഇവിടെ പറഞ്ഞ് നിർത്തിയിടുന്ന് തന്നെ തുടങ്ങാം. നമ്മളിപ്പോൾ പറഞ്ഞത് ഇതെല്ലാം ഒരു ഓരോ തവണ ദുരന്തം ഉണ്ടാകുമ്പോഴും നമ്മൾ പറയുന്നതാണ്, നമുക്ക് ഇതൊക്കെ ഒരു പാഠ്യപദ്ധതി പോലെ പഠിച്ച് അതിന് വേണ്ടിയിട്ട് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ഉണ്ടാവണം എന്നുള്ളതെല്ലാം ഒരുപക്ഷെ അതിൻ്റെ വാചകങ്ങളിൽ മാത്രം ഒതുങ്ങി പ്രവൃത്തിയുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരാതെ പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നമ്മൾ എടുക്കണം. കാരണം വെച്ചാൽ 2018 പ്രളയത്തിൻ്റെ സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ സംസാരിച്ചു, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വേണം. വീണ്ടും ഏകദേശം പ്രളയത്തിനോട് എത്തുന്ന ഒരു ആ, ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ സ്റ്റേജ് ഈ വർഷം തന്നെ ഉണ്ടായി. അപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുവിധം ഒരു 20% നടന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് ഇതിൻ്റെ ഒരു റെഡ്നെസ് ഫാക്ടറിലേക്ക് വരുന്നില്ല. ഇപ്പോൾ ഈ ഇവിടെ നടന്നിരിക്കുന്ന വയനാട്ടിൽ തന്നെ ഏകദേശം ഒരു 3 ഗ്രാമങ്ങൾ അങ്ങനെ തന്നെ ഒഴുകി പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പറയുന്ന ആ ഫാക്ടേഴ്സിൽ, അതായത് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രിപ്പയർ ചെയ്യുന്നതിലും ഏകദേശം എനിക്ക് തോന്നുന്നത് 700 ശിഷ്ടം കുടുംബങ്ങൾ, ഏകദേശം 700 ശിഷ്ടം കുടുംബങ്ങളിൽ 2000-ലധികം കുടുംബാംഗങ്ങളുള്ള 700 ശിഷ്ടം കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കലാണ് നമ്മൾ ചെയ്യുന്നത്. ഇവരെ തിരിച്ചു കൊണ്ടുവന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പാർപ്പിക്കുന്നിടത്ത് മുതൽ നമ്മൾ ഇവിടെ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ കൃത്യമായിട്ട് റെക്കോർഡിക്കലാക്കിയിട്ട് അതിനെ ഓരോ തവണയും നമ്മൾ വിലയിരുത്തേണ്ടി വരുന്നു. കാരണം വെച്ചാൽ ഇതിൻ്റെ ഓരോ വർഷം നോക്കൂ, കേരളത്തിൽ പ്രകൃതിയുടെ വ്യതിയാനങ്ങൾ വളരെ ഭീകരമായി വരികയാണ്, കുറഞ്ഞു വരികയല്ല ചെയ്യുന്നത്. എല്ലാ വർഷങ്ങളെ അപേക്ഷിച്ചും ഇത് ഓരോ വർഷം കൂടി കൂടിയാണ് വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പഠിക്കുക മാത്രമല്ല, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എവിടെയാണ് കുറവ്, എവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് എന്നതിനെക്കുറിച്ചൊരു പുനരവലോകനം റെഗുലറായിട്ട് നടത്തണമെന്ന് കൂടി എനിക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ വന്നത്. ജപ്പാനിൽ 8ാം ക്ലാസ് മുതലുള്ള പാഠ്യപദ്ധതിയിലെ സിലബസിൽ ഇത്തരത്തിലുള്ള ദുരന്ത നിവാരണങ്ങളെ എങ്ങനെ നേരിടാമെന്നുള്ള ഒരു പാഠ്യത്തിലുണ്ട്. നമുക്ക് പലപ്പോഴും ഒരു പ്രശ്നം വരുമ്പോഴാണ് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പലപ്പോഴും നമുക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാതെ പോകുന്നുണ്ട്. ഒരു തീപിടുത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിച്ച് ഒരു തീപിടുത്തത്തെ എങ്ങനെ നമുക്ക് അതിജീവിക്കാമെന്ന് സ്കൂളുകൾ മുതൽ പഠിപ്പിച്ചു തുടങ്ങേണ്ടതല്ലേ? സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങളെ ആദ്യ പടിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഭാഗമല്ലേ? തീർച്ചയായിട്ടും അതെ. അതെനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു നാംസറിനോട് കൂടെ ചോദിക്കാനുള്ള ഒരു കാര്യം കൂടിയാണ് അത്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായി, വിജി പറഞ്ഞോളാം, ഒരു തീപിടുത്തം ഉണ്ടായ ബിൽഡിങ്ങിൽ നിന്ന് ഞാൻ ഇവാക്യുവേറ്റ് ചെയ്യണം അല്ലേ? ആ ബിൽഡിങ്ങിൽ ഞാൻ ഇവാക്യുവേറ്റ് ചെയ്യണം, അവിടെ നിന്ന് പെട്ടെന്ന് മാറണം. അപ്പോൾ എൻ്റെ സമ്പാദ്യം, എൻ്റേതായിട്ടുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ, ഇതിനോട് വിട്ടുമാറാനായിട്ട് ഉള്ള ഒരു ഇത് മനസ്ഥിതി നമുക്ക് വരുന്നില്ല. ഇന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് വേണം എനിക്ക് ഓർഡർ, എൻ്റെ ജീവനാണ് കൂടുതൽ വലുത്, അതൊന്ന്. രണ്ടാമത് ഈ പറയുന്ന വസ്തുക്കൾ എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എവിടെ സുരക്ഷിതമായിട്ട് വയ്ക്കും? ആ ഒരു ചോദ്യം കൊണ്ട് ആൾക്കാർ മാറാതെ പോകുന്നു. ഇപ്പോൾ ഈ പ്രളയത്തിൻ്റെ കേസ് തന്നെ നോക്കൂ, 2018 എത്ര പേരെ പലതവണ നിർബന്ധിച്ചിട്ടാണ് അവരുടെ വീടുകളിൽ നിന്ന് നമുക്ക് ഇവാക്യുവേറ്റ് ചെയ്യാൻ അതെ, പറ്റുന്നത്. മനുഷ്യൻ എപ്പോഴും അവൻ്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ സമ്പാദ്യമൊക്കെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും. അപ്പോൾ എപ്പോഴും ആളുകൾ അതിനെ മെറ്റീരിയലിസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല.
അവർ അറിയാതെ സംഭവിച്ചു അറിയാതാവുന്നതാണ്. പോകുന്നതാണ്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ പാഠ്യപദ്ധതികളില് ഈ ചെറിയ കുട്ടികൾ മുതലുള്ള കുട്ടിക്കാലം മുതലുള്ള പാഠ്യപദ്ധതികളില് തീർച്ചയായിട്ടും പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് വളരെ അടിവരയിട്ട് പറയേണ്ടതാണ്. അല്ലേ? എനിക്ക് തോന്നുന്നു അങ്ങനെ. അതെ സാറേ? അത് ചെയ്യേണ്ടതാണ്. പക്ഷെ അത് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ജപ്പാൻ ആയാലും ഫിൻലൻഡ് ആയാലും നോർവേ ആയാലും അല്ലെങ്കിൽ മറ്റേതുപോലെ വികസിത രാജ്യങ്ങളുടെ ഉദാഹരണങ്ങൾ എടുക്കുമ്പോൾ അതാത് രാജ്യങ്ങൾക്ക് അതാത് പ്രത്യേകതകളുണ്ട്. അതാത് രാജ്യത്ത് അതിൻ്റേതായ സാംസ്കാരിക പ്രശ്നങ്ങളുണ്ട്. ആ, ദുരന്തം ഡിസാസ്റ്റർ ഉണ്ടായാൽ ഈ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്, അതിൻ്റെ അറിയിപ്പ്, അതിൻ്റെ ശേഷമുണ്ടാകുന്ന കാര്യങ്ങളുടെ നടത്തിപ്പ്, ഇവയ്ക്കെല്ലാത്തിനും അതാത് പ്രദേശങ്ങളുമായിട്ട് ബന്ധമുണ്ട്. തീർച്ചയായും ഇപ്പോൾ ജപ്പാനിൽ ഉണ്ടാകുന്ന ഇത്രയും യാത്രാ സൗകര്യങ്ങളോ വാർത്താവിനിമയ സൗകര്യങ്ങളോ കേരളത്തിൽ ഇപ്പോൾ വയനാട് പോലെ ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഉം. അപ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഇതിനെ കാണാൻ തയ്യാറെടുപ്പുകൾ വേണമെന്നും ആ തയ്യാറെടുപ്പുകൾക്ക് ഇത്തരം കാര്യങ്ങൾ പഠിക്കാം, മാതൃകകളാക്കാൻ ശ്രമിക്കാമെന്നുണ്ടെങ്കിലും അതിന് മറ്റെല്ലാ വിഷയങ്ങളിലും ആ, ബിജുവിന് വിഷമം ഉണ്ടാകുമെങ്കിൽ പോലും ക്ലീഷേ എന്ന് പറയാവുന്ന വിധത്തിൽ കേരളീയമായ തനതായ രീതി അവലംബിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയുള്ളത് ഇന്ന് മുണ്ടക്കൈയിലും ചൂരൽമലയിലും അവസാന തിരച്ചിൽ ആരംഭിക്കുന്നു എന്നതാണ്. അതിനർത്ഥം കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് ഒരു സാധാരണ മനുഷ്യന് സാധിക്കുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ദുരന്ത നിവാരണ ശ്രമങ്ങളും നമ്മൾ നടത്തിയിരിക്കുന്നതാണ്. ഒരുപാട് പേരെ പുനരധിവസിപ്പിക്കാൻ സാധിച്ചു. ഒരുപാട് ആളുകൾക്ക് വീട് നൽകുവാൻ സാധിച്ചു. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് വേണ്ടിയുള്ള പുനരധിവാസത്തിൻ്റെ ശ്രമങ്ങൾ ആരംഭിച്ചു. ഇതെല്ലാം പൂർണ്ണതയിലേക്ക് എത്തി എന്ന് തോന്നുന്നുണ്ടോ? അതല്ല പുനരധിവാസത്തിൻ്റെ ഒരു തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ? എന്താണ് തോന്നുന്നത്? ആ വിഷയത്തെ നമുക്ക് തല കിഴക്കനാമ്പാടായി നിർത്തി കാണേണ്ടതുണ്ട്. ഈ ദുരന്തം, പ്രകൃതി ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യരുടെ മുമ്പിലാണ് ഈ ചർച്ചകൾ അവതരിപ്പിക്കുന്നതെന്നും സംസാരിക്കുന്നതെന്നും മറന്നു പോകരുത്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം കഴിയുന്നത്ര വേഗം കഴിയുന്നത്ര വിഭവ സമാഹരണം, അത് വസ്തുക്കളാവാം, പണമാവാം, മറ്റു കാര്യങ്ങളാവാം, അവിടെ എത്തിക്കുക എന്നുള്ളൊരു ചുമതലയുണ്ട്. അത് നിരന്തരം നടത്തുക എന്നൊരു ചുമതലയുണ്ട്. ആ ചുമതലയുടെ മുകളിൽ നിന്നുകൊണ്ട് മനുഷ്യനിർമ്മിതമാണോ ആരെങ്കിലും ഉണ്ടാക്കിയ ദുരന്തമാണോ എന്നുള്ള ചർച്ചയ്ക്ക് ഒട്ടും പ്രസക്തിയില്ല. നിയമപരമായി തന്നെ ഉദാഹരണത്തിന് നമ്മളൊക്കെ പ്രവർത്തിക്കുന്ന മേഖലകളിൽ ഈ ജീവനക്കാരുടെ നഷ്ടപരിഹാര നിയമങ്ങളുണ്ട്, നാട്ടിലുമുണ്ട്, വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ട്. ആ ജീവനക്കാരൻ്റെ കൈപ്പിഴകോ മുഷമോ മൂലം കൂടിയാണ് അദ്ദേഹം ബുദ്ധിമുട്ടിയതെങ്കിൽ അവന് നഷ്ടപരിഹാര തുക കിട്ടിയില്ലെങ്കിൽ പോലും, പക്ഷെ ആ കൈപ്പിഴവ് കൊണ്ട് മരണപ്പെട്ടാൽ നഷ്ടപരിഹാരത്തിന് അർഹനാണ്. അപ്പോൾ ആ ഒരു സമീപനം, മരണം ഇത്തരം നൂലാമാലകളെയും ചെറു വലിയ വലിയ പ്രസ്ഥാനങ്ങളെയും മാറ്റി നിർത്തുകയും നമ്മൾ ഈ പുനരധിവാസത്തിനും സഹായത്തിനും വേണ്ട സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളത് മാനുഷികപരമാണെന്ന് ആദ്യം അംഗീകരിക്കും. രണ്ടാമത് സ്ഥിതിവിവര കണക്കുകൾ. ഈ സ്ഥിതിവിവര കണക്കുകളെ കുറിച്ച് പൊതുവെ പറയാറ് സ്ഥിതിവിവര കണക്കുകൾ പുറത്തുവിടുന്ന വാർത്തകൾ ഗൗരവമുള്ളതാണെന്നും എന്നാൽ അവ ഒതുക്കി വെക്കുന്ന കാര്യങ്ങൾ അതിനേക്കാൾ ഗൗരവമേറിയതുമാണെന്നാണ് പറയാറ്. അപ്പോൾ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം നാഷണൽ ക്രൈം സ്റ്റാറ്റിസ്റ്റിക്സ് ബ്യൂറോ പ്രകാരം ലോകത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ, ഭവനഭേദനങ്ങൾ, മാനഭംഗ ശ്രമങ്ങൾ, കളവുകൾ, ആക്സിഡൻ്റ് എല്ലാം നടക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ 3.5 കോടിയോളം മാത്രം ജനം വരുന്ന കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ നമ്മളെക്കാൾ ഇരട്ടിയുണ്ട്, അത്രയും വരാനുള്ള സാധ്യതയുണ്ടോ എന്നൊരു ശാസ്ത്രീയ പരിശോധനയുണ്ട്. അപ്പോൾ എത്രമാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നതാണ് കണക്ക്. അപ്പോൾ ആ അർത്ഥത്തിൽ കൂടി വേണം നമ്മൾ ദുരന്ത സ്ഥിതിവിവര കണക്കുകളെ നോക്കാൻ. പക്ഷെ താങ്കളുടെ ചോദ്യത്തിന് അല്ലെങ്കിൽ ആ വിഷയം ഉയർത്തുന്നതിലൊന്ന്, സഹായം എത്രയും വേഗം എത്തിക്കുക, തുടരെത്തിച്ചുകൊണ്ടേയിരിക്കുക, അതിൻ്റെ പുറകിൽ നൈരന്തര്യത്തോടെ ആ സേവന സന്നദ്ധത നിലനിർത്തുക എന്നുള്ളൊരു മുദ്രാവാക്യം നമ്മൾ ഉയർത്തി വെക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ദുരന്തം സംഭവിച്ച മേഖലകളിൽ നമ്മൾ ഈ പറയുന്ന പോലെ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ വസ്തുതാപരമായിട്ടുള്ള സഹകരണങ്ങൾ, അതായത് വീട് വെച്ച് കൊടുക്കാൻ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇവിടെ ഈ ദുരന്തം കൊണ്ട് വളരെയധികം മാനസികമായി തകർന്നു പോയ കുടുംബങ്ങളാണ് കൂടുതൽ. അവർക്കുള്ളൊരു മാനസിക സപ്പോർട്ട്, മാനസികമായിട്ടുള്ള സപ്പോർട്ട്, അവരെ ആ ആഘാതത്തിൽ നിന്ന് തിരിച്ച് അവരെ ആ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു
സംഘടനാപരമായ സപ്പോർട്ടുകൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. അവരെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു കൗൺസിലിംഗ് സെന്റേഴ്സ് റിക്വയർഡ് ആണ്. അത് ശരി, കൗൺസിലിംഗ് സെന്റർ മാത്രമല്ല, കൗൺസിലിംഗ് ഒരു ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് വളരെയധികം അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോഴും ആ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് പുറത്തു വരാതെ ഈ നഷ്ടപ്പെട്ടു പോയവരെ ഇനിയും കിട്ടിയേക്കാം എന്നുള്ള വിശ്വാസത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾ, എത്രയോ കുട്ടികൾ, 600-ൽ പരം കുട്ടികളുണ്ടെന്നാണ് പറയുന്നത് ക്യാമ്പുകളിൽ. അത് 6 ഗർഭിണികളുണ്ട് എന്ന് പറയുന്നു. ഇവരെയൊക്കെ ആ ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാമ്പത്തികമായി സഹായിക്കാം, വീട് വെച്ച് കൊടുക്കാം. പക്ഷെ എന്നാലും ആ ആഘാതത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ, ആഘാതത്തിൽ നിന്ന് പുറത്തേക്ക് ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് സമയമെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവർ തിരിച്ചു വരും, കാരണം മനുഷ്യന്റെ പ്രകൃതിയാ അതാണ്, അവർ തിരിച്ച് ലൈഫിലേക്ക് വരും എന്നുള്ളതുണ്ടെങ്കിലും അതിന് കുറേ സമയമെടുക്കുമെന്നും അതും കൂടി ഈ എക്സസൈസിൽ, ഈ പാറ്റേണിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ഇത് കൂടി പറഞ്ഞു വെക്കേണ്ടി വരും. ഒരു പ്രത്യേക കാര്യം ഞാനിപ്പം ഓർമ്മയിൽ വന്നത്, ഈ ഒരു സംഭവം നടന്നിട്ട് ഏകദേശം 3 ആഴ്ച കഴിയുമ്പോൾ ഇന്ന് ആ ക്യാമ്പിലുണ്ടായിരുന്ന അവസാന കുടുംബത്തെയും ഇന്ന് ഈ ദിവസം മാറ്റിപ്പാർപ്പിക്കാൻ സാധിക്കുമെന്നാണ് സർക്കാരിൻ്റെ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. 10,000-ഓളം ആളുകൾ ആദ്യമേ ക്യാമ്പിലുണ്ടായിരുന്നു. ഇത്രയും ആളുകളെ പുനരധിവസിപ്പിക്കാൻ, ഒരുപക്ഷെ പുനരധിവാസം എന്ന് പറയുന്ന വലിയ വാക്കാണ്. അതിൽ കുറേ പേരെ സ്വന്തമായ വീടുകളിലേക്ക്, കുറേ പേരെ ബന്ധുവീടുകളിലേക്ക്, കുറേ പേരെ വാടക വീടുകളിലേക്ക് ഒക്കെ മാറ്റിപ്പാർപ്പിക്കുവാൻ കേരളം പോലുള്ള ഒരു സർക്കാരിന് അല്ലെങ്കിൽ അതിന്റെ വ്യവസ്ഥിതിക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഒപ്പം ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച പോലീസ്, ലോക്കൽ അതോറിറ്റീസ്, ഗവൺമെന്റ്, NDRF, ഇന്ത്യൻ ആർമി, ഒപ്പം ഒരു വലിയ യുവജന സമൂഹം, കേരളത്തിലെ വോളണ്ടിയേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു വളരെ വലിയ യുവജന സമൂഹം കൂടി ഇതിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടു. ലോകത്തിൽ മറ്റു പല സ്ഥലത്തും നിങ്ങൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായപ്പോൾ സംഭവിച്ചതിൽ നിന്ന് അല്ലെങ്കിൽ നടന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വളർച്ചയാണ് നമ്മുടെ സമൂഹം ആ സംഭവങ്ങളിൽ കാണിച്ചത് എന്നുള്ളതാണ് സത്യം. ഈ വോളണ്ടിയേഴ്സ് ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ സപ്പോർട്ട് സിസ്റ്റം ഇല്ലായിരുന്നുവെങ്കിൽ ഈ ദുരന്തത്തിന്റെ ആഘാതം ഇതിലും ഒരുപാട് വലുതാകുമായിരുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇതിനകത്ത് 2 സമാനതകളുള്ളൊരു പഠനം ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നത്. അതായത് 2018-ലെ പ്രളയത്തിന്റെ സമയത്തും ഈ സമയങ്ങളിലും ഒക്കെ നമ്മളെപ്പോഴും പറയുന്ന ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് സാമൂഹ്യപരമായിട്ട് ഒട്ടും വികസിക്കാത്ത ഒരു ന്യൂ ജനറേഷനാണ് നമുക്കെന്ന് എപ്പോഴും നമ്മൾ പഴി പറയാറുണ്ട്. പക്ഷേ ഈ സമയങ്ങളിൽ 2018 ആയാലും ഈ പറയുന്ന കാലഘട്ടത്തിലെ ഈ സമയങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ മുന്നിട്ട് വന്ന് സോഷ്യൽ മീഡിയയും അതുപോലെ ടെക്നോളജി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹായം എത്തിക്കാനും അത് കോർഡിനേറ്റ് ചെയ്യാനും അത് കൃത്യസമയത്ത് അവിടെ എത്തിക്കാനും വന്നിട്ടുള്ള ഈ ന്യൂ ജനറേഷന്റെ ഒരു പുതിയ ഉണർവുണ്ടല്ലോ, അത് ശരിക്കും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നമ്മളെപ്പോഴും നമ്മൾ പറയും ഇവരൊന്നും സാമൂഹികപരമായിട്ട് അടുത്ത് നിൽക്കുന്നവരല്ല എങ്കിലും ഈ ഇവിടെയാണ് കറക്റ്റ് ആക്ഷൻ വേണ്ടതെന്ന് അവർക്ക് അറിയാമെന്നുള്ളിടത്ത് അവർ കൂടുതൽ നന്നായിട്ട് വികസിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി പറയേണ്ട കാര്യം തന്നെയാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യത്തിൽ ഈ വിജി പറഞ്ഞ കണക്ക് തന്നെയാണ് ഏറ്റവും നല്ലത്. നമുക്ക് പറയുന്ന ഈ പുനരധിവസിപ്പിക്കേണ്ട കുടുംബങ്ങൾ, അതുപോലെ നമ്മൾ പറയുന്ന ഒരു 3 വില്ലേജ് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യണം, രണ്ടാമത് ഉണ്ടാക്കേണ്ടി വരും. അത് എവിടെ എങ്ങനെയെന്നുള്ള കാര്യങ്ങളിലെല്ലാം ഗവൺമെന്റ് ഇപ്പം തന്നെ നിലവിലെ ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് നമ്മൾ പറഞ്ഞു വെക്കേണ്ടത് ഇതിന്റെ സ്പീഡ് ഓഫ് ആക്ഷൻ വളരെ വേഗത്തിലായിരിക്കണം എന്നുള്ളതാണ്. കാരണം ഇതൊരു ചുവപ്പ് നാടയിൽ കുടുങ്ങി, പ്രോസസ്സിൽ കുടുങ്ങി, അല്ലെങ്കിൽ അപ്രൂവലിൽ കുടുങ്ങി, പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റൽ സ്ട്രക്ചറിൽ പോവാതെ ഇതിനെ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റായിട്ട് മാറ്റിയിട്ട് എത്രയും പെട്ടെന്ന് ഇത്രയും ആളുകളെ നമുക്ക് പുനരധിവസിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ഇത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഇതിന്റെ എൻഡ് എഫക്റ്റ് വരുന്നത്. ഇപ്പം നമ്മൾ പ്രവർത്തിച്ചു, ആ സമയങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് ഇടപെട്ടു, ഇനി എന്താണ് വാട്ട് നെക്സ്റ്റ് എന്നുള്ള ചോദ്യം വരുമ്പോൾ ഇതായിരിക്കണം ഒരു എക്സാമ്പിൾ എന്ന് എനിക്ക് ബിജു പറഞ്ഞതിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ കേരളത്തിലുള്ള ആളുകൾ, നമ്മളെല്ലാവരും ഒരുപാട് രാഷ്ട്രീയ ചിന്തകളും വിശ്വാസങ്ങളും ഒക്കെ ഉള്ളവരാണ്. എല്ലാ കേരളീയരും രാഷ്ട്രീയ കാര്യങ്ങളിൽ വളരെ പ്രത്യേകമായ അഭിപ്രായമുള്ളവരാണ്. കേരളത്തിലെ യുവജനങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരാണ്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു ദുരന്തമുണ്ടായപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട യുവജന സംഘടനകളായ DYFI, സേവാഭാരതി, യൂത്ത് കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നിങ്ങനെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ദുരന്തമുഖത്ത് ഒന്നിച്ച് കൈമേയ് മറന്ന് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ലോകത്തിൽ പല സ്ഥലത്തും കാണാൻ സാധിക്കാത്ത ഇത്തരത്തിലുള്ള ഇടപെടലുകൾ, വളരെ പോസിറ്റീവായിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ യുവജന സമൂഹത്തിൽ നിന്നുണ്ടാകുന്നത്
ഒരു നല്ല കാഴ്ചയല്ലേ? വളരെ ശരിയാണ്. അത് കേരളത്തിൻ്റെ സംസ്കാരവും കേരളത്തിൻ്റെ തനത് രീതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഈ രാഷ്ട്രീയത്തിൻ്റെ ഉത്ഭവം തന്നെ അന്യനെ സഹായിക്കാനുള്ള മനസ്ഥിതിയുടെ ഭാഗമാണ്. എൻ്റെ സമയവും എൻ്റെ സമ്പത്തും എൻ്റെ ചിന്തയുമെല്ലാം എനിക്ക് മാത്രം എന്നതിലുപരി ഒരു സംഘടനയിലൂടെ ആണെങ്കിൽ പോലും ഒരു പ്രസ്ഥാനത്തിലൂടെ ആണെങ്കിൽ പോലും അത് അവരനും കൂടി ചേർന്നതാണെന്നുള്ള ബോധത്തിൽ നിന്നാണ് ഈ മനുഷ്യർ രാഷ്ട്രീയ ബോധമുള്ളവരായി മാറുന്നത്. ഈ വിവിധ രാഷ്ട്രീയ സംഘടനകളും അവരുടെ യുവജന സംഘടനകളും കൈകോർത്ത് നിന്നാണ് ഈ ദുരന്തത്തിനൊരു തടയണം നിൽക്കാൻ ശ്രമിച്ചത് എന്നതുപോലെ തന്നെയാണ് മറക്കാതെ എടുത്തു പറയേണ്ടത് അവിടുത്തെ സാമുദായിക മതപരമായ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും. ഇത് കേരളത്തിൻ്റേതെന്ന് പറയാൻ അഭിമാനിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിനു മുമ്പ് നമ്മൾ സ്പർശിച്ചു പോയ സ്ഥിതിവിവര കണക്കുകളുമായിട്ട് ഇതിനെ താരതമ്യപ്പെടുത്തേണ്ടതുണ്ട്. കാരണം അത്രയും നടന്ന ദുരന്തങ്ങളിൽ ബഹുഭൂരിപക്ഷം കേരളത്തിലാണ് നടന്നതെന്ന് പറയുമ്പോൾ അവിടെ പുനരധിവാസം ഇത്ര ദിവസങ്ങൾക്കകം നടന്നു, മാറ്റിപ്പാർപ്പിക്കൽ ഇത്ര ദിവസത്തിനകം നടന്നു, അവിടുത്തെ വിവിധ സംഘടനകളും ചെറുപ്പക്കാരും ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ തടയണ കോർക്കാൻ കൈചേർത്തു. ഇവിടെയാണ് ഒരു രാജ്യം, ഒരു പ്രദേശം, ഒരു തദ്ദേശീയത അതിൻ്റെ മികവ് കാണിക്കേണ്ടത്. അത് ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഷെൽട്ടേഴ്സ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ നമുക്കൊരിക്കലും തടഞ്ഞു നിർത്താനാവില്ല. അതിൻ്റെ ആഘാതത്തെ മാത്രം അത് കുറയ്ക്കുവാൻ സാധിക്കത്തുള്ളൂ, തടയുവാൻ സാധിക്കത്തുള്ളൂ. പലപ്പോഴും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, വീണ്ടും ഞാൻ പറയുന്നത് ദുരന്തങ്ങളുടെ തടയലല്ല, ദുരന്തമുണ്ടായി കഴിഞ്ഞാൽ അതിനെ ഏറ്റവും ലഘൂകരിക്കുവാൻ നമുക്ക് സാധിക്കുന്ന രീതിയിലുള്ള ഷെൽട്ടേഴ്സ് ഉണ്ടാക്കേണ്ട ഒരു ചർച്ച പല സ്ഥലത്തും ഉയർന്നു വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഒറീസയിൽ പല സ്ഥലങ്ങളിലും പെർമനൻറ്റ് ഷെൽട്ടേഴ്സ് ഉണ്ടെന്ന് പറയുന്നു. ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊരു അറിയിപ്പ് കിട്ടുമ്പോൾ തന്നെ അവരെല്ലാവരെയും അങ്ങോട്ട് മാറ്റിപ്പാർപ്പിക്കുന്നു. വയനാട്ടിലെ സംഭവത്തിൽ അവിടുത്തെ ഗവൺമെൻറ് അതോറിറ്റീസിൻ്റെ സൈഡിൽ നിന്ന് വന്ന ഒരു വാർത്ത കണ്ടിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഏരിയ ഒരു ഡിസാസ്റ്റർ പ്രോൺ ഏരിയ ആണ്. ആ ഏരിയയിൽ പലപ്പോഴും മുന്നറിയിപ്പുകൾ കൊടുക്കാറുണ്ട്. പക്ഷേ മുന്നറിയിപ്പുകൾ കൊടുക്കുമ്പോൾ പലരും പറയുന്നത്, ഞാനിവിടെ കഴിഞ്ഞ 90 വർഷമായിട്ട് കൃഷി ചെയ്ത് മഴയെയും മലയെയും ഒക്കെ അറിയുന്നവരാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കില്ല എന്ന് പറയും. അതിനെ നേരിടുക എന്നുള്ളതാണ് അവർക്ക് സാധിക്കുന്നതെന്ന് പറയും. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഈ മുന്നറിയിപ്പുകളെ എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം സീരിയസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതും ഒരു ഇഷ്യൂ വരുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്തി ഒന്നും ഉണ്ടാവാൻ പാടില്ല, ഉണ്ടായില്ല എങ്കിൽ തിരിച്ചു വന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു അവസരം കൂടി നൽകണമെങ്കിൽ കുറെ കൂടി ശാശ്വതമായ, കുറെ കൂടി സേഫായ, കുറെ കൂടി നല്ല രീതിയിലുള്ള ഒരു ഷെൽട്ടർ ഹോംസ് ഇത്തരത്തിലുള്ള ഏരിയയിൽ, പ്രത്യേകിച്ച് വയനാട് പോലുള്ള ഇടുക്കി പോലുള്ള ഏരിയകളിൽ ചെയ്യേണ്ടതല്ലേ എന്ന് തോന്നുന്നില്ലേ? അത് ചെയ്യേണ്ടത് തന്നെയാണ്, അതിലൊരു തർക്കമുണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ അതിൻ്റെ നടത്തിപ്പ് രീതിയിലും അതിൻ്റെ പ്രചരണ രീതിയിലും കാതലായ മാറ്റങ്ങൾ വരണം. നമ്മൾ ഈ രാഷ്ട്രീയ മത ജാതി ഭേദമന്യേ ഒത്തൊരുമയോടുകൂടി അതിനെ സഹായിക്കാൻ നിന്നവരുടെ ഒരു വൻമതിലിനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഇത് സർക്കാരിൻ്റെ മാത്രമോ വിദ്യാഭ്യാസ രീതിയുടെ മാത്രമോ ചുമതലയായിട്ടല്ല ഇതിനെ കാണേണ്ടത്. മനുഷ്യർ ജീവിക്കുന്നത് കൂട്ടങ്ങളായിട്ടാണ്. അത് രാഷ്ട്രീയ കൂട്ടായ്മകളുണ്ട്, സാമുദായിക കൂട്ടായ്മകളുണ്ട്, മത കൂട്ടായ്മകളുണ്ട്, പ്രൊഫഷണൽ കൂട്ടായ്മകളുണ്ട്. ഇവയെ എല്ലാം ഇതിന് ഉപയോഗിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ട് അവരെല്ലാവരും അവരുടെ പ്രഖ്യാപിതം നിർവചിക്കപ്പെട്ട ചില കാര്യങ്ങളിൽ ഒതുങ്ങുന്നു. അത് മതിയാവില്ല. പ്രാദേശികമായിട്ട് വരുന്ന ഇത്തരം വിഷയങ്ങൾ എന്താണെന്ന് പഠിക്കുകയും അവിടുത്തെ രാഷ്ട്രീയ മത പ്രൊഫഷണൽ വിദ്യാഭ്യാസ സംഘടനകളും സ്ഥാപനങ്ങളും ഇതിന് ഒരു കറിക്കുലം തയ്യാറാക്കുകയും അത് അവരുടെ നിത്യജീവിതത്തിൻ്റെയും ബാധകമാവാതെ ഇത്തരം ശാസ്ത്രീയ മുന്നറിയിപ്പുകൾ പൊതുവെ മനുഷ്യർ സ്വീകരിക്കില്ല. ഇത് നിരന്തരം എൻ്റേതും കൂടിയാണ്, എൻ്റെ ചുമതല കൂടിയാണ്, ഞങ്ങളുടെ ചുമതല കൂടിയാണെന്ന് തോന്നുക പഠനത്തിനുപരി സമൂഹത്തിൻ്റെ ആവശ്യമായി വരുമ്പോഴാണ്. അല്ല, ഒരു ചോദ്യം ചോദിക്കേണ്ടത്, ചിലപ്പോൾ ഇപ്പോൾ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് വേണമെന്ന് പറഞ്ഞു, നമുക്ക് മുന്നൊരുക്കത്തിന് വേണ്ടിയിട്ട് ഈ സെൻറ്റേഴ്സൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യണം. എവിടെ നമ്മൾ ബിൽഡ് ചെയ്യും? കാരണം ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ ആളുകൾ, വയനാടിൻ്റെ പഠനരേഖ പ്രകാരം 90% വയനാട് ഈ പ്രകൃതി ദുരന്തം ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖലയാണ്.
ഇപ്പം ഞാനൊരു സെന്റേഴ്സ് പണിയണ സമയത്ത് വയനാട്ടിലുള്ളവരെ എനിക്ക് വേറെ വയനാടിന് പുറത്ത് പണിയണമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പണിയണത് വീണ്ടും വയനാട്ടിൽ തന്നെ പണിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ പ്രദേശങ്ങളിൽ ആ ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ റീഹാബിലിറ്റേഷൻ സെന്റർ എവിടെ പണിയണം? അവിടെ പണിയുമ്പോൾ വയനാടിന് പുറത്ത് പണിഞ്ഞാൽ നമ്മൾ ഇത്രയെല്ലാം വിട്ട് ഈ സ്ഥലങ്ങളിലേക്ക് മാറും എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അതൊരു സ്വാഭാവികമായ അതിന് ചോദ്യമാണ്. അതിലൊരു ഒരു 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 വാർത്ത വന്നത് ഈ ഈ സംഭവം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് ഒരു കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. മുന്നറിയിപ്പ് നൽകിയിരുന്നതിൽ നിന്ന് ഒരുപാട് ആളുകളെ അവർ മാറ്റിപ്പാർപ്പിച്ചത് താഴെയുള്ള സ്കൂളിലേക്കാണ്. ഈ അപകടം ഉണ്ടായത് ആ സ്കൂളുകളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ വളരെ വളരെ സങ്കടം തോന്നിയ ഒരു വാർത്തയാണ്. അതേ സമയത്ത് തന്നെ ഒരാളുടെ വാർത്ത കണ്ടു. ഈ പ്രകൃതി ദുരന്ത മുന്നറിയിപ്പ് നൽകിയ ആ ക്ലാസ് കേട്ട ഒരു പയ്യൻ അവൻ്റെ മാതാപിതാക്കളെ അവിടെ നിന്ന് കോഴിക്കോടേക്ക് മാറ്റിയിരുന്നു എന്നുള്ളത്. എല്ലാവർക്കും എപ്പോഴും സാധിച്ചു എന്ന് വരില്ല. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളെ മനുഷ്യൻ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. വയനാടിനെക്കുറിച്ച് എനിക്ക് നിങ്ങളെക്കാളും കുറച്ചുകൂടെ കൂടുതൽ അറിയാൻ സാധിക്കും. കാരണം ഞാൻ വയനാടിനോട് അടുത്ത് താമസിക്കുന്ന ഒരാളാണ്. പലതവണ ഞാൻ വയനാട് സന്ദർശിച്ചിട്ടുള്ള ആളാണ്. വയനാട് മുഴുവൻ കൃഷി സ്ഥലങ്ങളാണ്. സാധാരണക്കാരായ ആളുകളാണ്. ബിജു പറഞ്ഞതിനോട് ഒരു കാര്യമുള്ളത്, ഈ വയനാട് സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് എറണാകുളത്തു നിന്ന് അല്ലെങ്കിൽ വലിയൊരു പട്ടണങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. പലപ്പോഴും മറ്റുള്ള ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് എത്തുന്ന പോലെ ഒരു മിഷണറി അവിടെ എത്തിച്ചേരാനോ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും ഇത്രയധികം വലിയ ഒരു ദുരന്തത്തിലേക്ക് ഇത് പോയത്. നമുക്ക് മാനുഷിക കൺട്രോളിലുള്ള കാര്യങ്ങളല്ല എങ്കിൽ പോലും ഇനിയുള്ള കാലത്തേക്ക് നമുക്ക് ചിന്തിക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്നതിന് ശ്രമിക്കുമ്പോൾ കുറച്ചുകൂടി ശാശ്വതമായ രീതിയിൽ ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ പോട്ട ക്യാബിൻ റീഹാബിലിറ്റേഷൻ ഓഫീസുകൾ. തീർച്ചയായും നല്ലൊരു ആശയമായിട്ട് പലരും പറയാറുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ചെറിയ വീടുകൾ പോലെയുള്ള പോട്ട ക്യാബിൻസ് പ്രത്യേകമായിട്ട് ആ സ്ഥലങ്ങളിലേക്ക് മാറ്റി വെക്കാനും കുറച്ച് കാലങ്ങളാണ്. സാധാരണ ഈ ദുരന്ത മുന്നറിയിപ്പുകളൊക്കെ വരുന്നത് 2 മാസം 1 മാസമൊക്കെയാണ്. അത് കേരളത്തിൽ മുഴുവൻ ഉപയോഗിക്കാൻ സാധിക്കും. അതൊക്കെ പ്രായോഗികമാണോ എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അവിടെയാണ് ഞാൻ ചോദിച്ച ചോദ്യം. ഇപ്പോൾ ISROയുടെ റിമോട്ട് സെൻസിങ് സെൻസറി സ്റ്റഡി പ്രകാരം പറയുകയാണെങ്കിൽ വയനാട് ഈ പറയുന്ന നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് പ്രോൺ ആയിട്ടുള്ള റേറ്റിംഗിൽ ഏതാണ്ട് 3-ാമത്തെയോ 5-ാമത്തെയോ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതേസമയം തൃശ്ശൂർ 3-ാം സ്ഥാനത്താണ്, കോഴിക്കോട് 7-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ മാറ്റി പാർപ്പിക്കുന്ന എങ്ങടേക്ക് മാറ്റി പാർപ്പിക്കും എന്നുള്ള ചോദ്യം. കേരളം വളരെ ചെറിയൊരു സ്ഥലമാണ്. അപ്പോൾ ഈ പറയുന്ന മേഖലകൾ നമ്മൾ കൃത്യമായിട്ട് മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് എവിടെ ബിൽഡ് ചെയ്യുന്ന ഒരു ചോദ്യം വരുന്നുണ്ട് നാച്ചുറൽ. പക്ഷേ വിജി പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ മാറ്റി പാർപ്പിക്കാൻ എടുക്കുന്ന സ്ഥലങ്ങളിൽ പോലും നമുക്ക് മുൻകൂറായിട്ട് നാം സാർ പറഞ്ഞ പോലെ ഒരു പഠനം വിധേയമാക്കിയിട്ട് ഈസി ഒക്യുപ്പയബിൾ സ്പേസസിലേക്ക് മാറ്റാൻ താരതമ്യേന പ്രകൃതി ദുരന്തത്തെ അപേക്ഷിച്ച് വളരെ കുറവ് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റാനുള്ള ഒരു ഇതുണ്ടാവണം ആ എന്നുള്ളതാണ്. വിഷയം ബിജു നമ്മൾ ഒന്നുകൂടി വിപുലീകരിക്കേണ്ടതുണ്ട്. ആവശ്യമുണ്ടോ? ഉണ്ട്. അതിന് ഇല്ല എന്നൊരു ചർച്ചയ്ക്ക് ആരും പറയാൻ പറ്റില്ല. ഇല്ല, അതെ. രണ്ടാമത്തെ പ്രശ്നം വളരെ ശരിയായ വിധത്തിൽ ബിജു ഉയർത്തുന്നത് എവിടെ എന്നതാണ്. അപ്പൊ മൂന്നാമത്തെ ചോദ്യം വരുന്നത് അവിടേക്ക് എങ്ങനെയെന്നാണ്. എന്നാണ്. അതെ, ശരി. വഴി മാർഗങ്ങൾ കാര്യങ്ങളൊക്കെ തടഞ്ഞു പോയാൽ അവരവിടെ എത്തിക്കുക എളുപ്പമല്ല. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിനുള്ള ചിലവ് ആര് വഹിക്കും. ഉം. അപ്പോൾ പൊതുവേ നമ്മൾ വിഷയങ്ങളെ കാണുമ്പോൾ മറന്നു പോകുന്ന കുറേ കാര്യങ്ങൾ. ഇപ്പോൾ കാർഷിക വിളയ്ക്ക് ഇൻഷുറൻസ്, അത് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും എടുക്കുന്ന നിരവധി സ്കീമുകളുണ്ട്. ചിലരൊക്കെ ചെയ്യും, ചിലരൊന്നും ചെയ്യില്ല. ഈ ഇൻഷുറൻസ് സ്കീമുകളിലൂടെ നിർബന്ധമായും ലഭിക്കേണ്ട കാര്യങ്ങളെ നമ്മൾ പൊതുവെ ചെയ്യാറുള്ളൂ. ഇതും പഠനവും ശ്രദ്ധയും വേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നാട്ടിലെ വാഹനത്തിന് ഇൻഷുറൻസ് വേണമെന്ന് പറയുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ മനസ്സിൽ വരുന്നൊരു ചിത്രം 3-ാം കക്ഷിക്ക് വരുന്ന അപകടത്തിനുള്ള ഇൻഷുറൻസ് മതി എന്നാണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് മതി എന്നാണ്. കാരണം എന്താ വെച്ചാൽ ആ ഇൻഷുറൻസ് പ്രീമിയത്തിൽ ചെറിയൊരു ഇളവ് കിട്ടും. അപ്പോൾ അവനവനുണ്ടാവുന്ന അപകടങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ഇൻഷുറൻസ് പരിരക്ഷയും ഇല്ലാതെ പോകുന്നതിനെതിരെ ഒരു സമീപനം വേണം. 2, ഇന്ന് ലോകത്തുടനീളം ഇന്ത്യയിൽ തന്നെ പ്രചാരമുള്ളത് പൊതുബാധ്യത ഇൻഷുറൻസ് എന്നൊരു സങ്കല്പമുണ്ട്. സിവിൽ ലയബിലിറ്റി ഇൻഷുറൻസ്. ഒരു സ്ഥാപനത്തിനുള്ളിൽ, ഒരു ഹോട്ടലിനുള്ളിൽ പൊതുജനങ്ങൾ പ്രവേശിക്കുന്ന എവിടെയും അവിടെ ആ വരുന്ന ആളുകളുടെ എണ്ണവും വലിപ്പവും തോതും അനുസരിച്ചിട്ട് ഈ പൊതുബാധ്യത സിവിൽ ലയബിലിറ്റി കവറേജ് വേണം. അത് ഉത്തരവാദിത്തം അത് നടത്തേണ്ടവർക്കാണ്, അതാത് സ്ഥാപനങ്ങൾക്കാണ്. വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് പോലെ തന്നെ
ഇന്ന് നാട്ടിൽ നടപ്പാക്കി വരുന്ന ഒരു സ്കീമാണ് സിവിൽ ലയബിലിറ്റി. ഉം. അപ്പോൾ ഈ ദുരന്ത മേഖലകളും ഈ പറയുന്ന സ്കെയിൽ പ്രകാരമുള്ള പ്രദേശങ്ങളിലുമെല്ലാമുള്ള വീടുകൾ ഇൻഷുർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉം. അവിടുത്തെ പൊതുസ്ഥാപനങ്ങളായ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, റിസോർട്ടുകൾ തുടങ്ങിയവയിൽ ഈ പറയുന്ന പൊതു സിവിൽ ലയബിലിറ്റി ഇൻഷുറൻസ് കവറേജ് ഉണ്ടോ? ആവശ്യത്തിനുണ്ടോ? ഈ വീടുകളിലെ കണ്ടൻസ് ഇൻഷുറൻസ് ഇത് വളരെ പ്രധാനമാണ്. ആളുകൾ വീട് ഇൻഷുർ ചെയ്യും. ഇന്ന് ഏറെക്കുറെ ഒരു വീടിൻ്റെ മൂല്യത്തിൻ്റെ 25% വരെ ആവുന്ന വസ്തുവകകളും വിലപിടിപ്പുള്ളതും വീടിൻ്റെ അകത്തുണ്ട്. ഉം. ടി വി ആയിട്ടും ഫ്രിഡ്ജായിട്ടും കമ്പ്യൂട്ടറായിട്ടും ഒക്കെ. ഇതും ആളുകൾ ഇതെല്ലാം അവൈലബിൾ ആണ്. ഈ ദുരന്തത്തിൻ്റെ ഭീകരതയെ ചെറുക്കാനും പുനരധിവാസത്തിനുള്ള വിഭവ സ്രോതസ്സ് കണ്ടെത്താനും നിലവിലുള്ള സംവിധാനങ്ങളും പ്രചരിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. ഈ പറയുന്ന റിസോർട്ടുകളും ഹോട്ടലുകളും ഒക്കെ പൊതുസ്ഥലമായ കേരളത്തിൻ്റെ മണ്ണിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ ലയബിലിറ്റി കൂടി അവർക്ക് കൊടുക്കാൻ നിയമനിർമ്മാണം അതെ, വേണം. അത് വളരെ ശരിയാണത്. അത് ആക്ച്വലി നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇൻഷുറൻസിൽ നിന്ന് ഒരു അത്യാവശ്യത്തിന് വേണ്ടി ചെയ്യുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നവർ വളരെ കുറവാന്നുള്ളതാണ് സത്യം. അതിനോടൊപ്പം തന്നെ ഇപ്പൊ നമ്മൾ ടെക്നോളജിയുടെ ഭയങ്കര എൻഹാൻസ്മെന്റ് ഒക്കെ പറയുന്നത് പ്രത്യേകിച്ച് കേരളം പോലെ നമുക്ക് ഡിജി ലോക്കർ എന്ന് പറയുന്ന സാധനമുണ്ട് അല്ലേ? അത് സാധാരണക്കാരനിലേക്ക് എത്ര പേർക്ക് എത്തിയിട്ടുണ്ടെന്ന് അറിയില്ല. ഈ എഡ്യൂക്കേഷണൽ ഡോക്യുമെന്റ്സ്, അതായത് വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും ഇപ്പൊ നമുക്ക് ഡിജി ലോക്കറിലേക്ക് മാറ്റാം. എനിക്ക് ദുരന്തവശാൽ ഈ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എങ്കിൽ പോലും അത് റിട്രീവ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇപ്പൊ ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ കൂടി അവിടെ എത്തിക്കണം എന്നാ പറയുന്നത്. കാരണം അതെ, വെച്ചാൽ നമ്മൾ അതിൽ നിയമനിർമ്മാണം എന്ന് പറയുമ്പോൾ ഞാനത് ആവർത്തിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം അതിൻ്റെ ഗൗരവം ഒന്നുകൂടി ഊന്നി പറയാം. പൊതുസ്ഥലങ്ങളിൽ ഇതുപോലെ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള സന്തുലിതാവസ്ഥ അതെ. ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ, പ്രകൃതി ലോല പ്രദേശങ്ങളിൽ, ഫ്രജൈൽ പ്രദേശങ്ങളിൽ ഉയർന്നു വരുന്ന പൊതുസ്ഥാപനങ്ങൾ എന്ന് വിളിക്കാവുന്ന ഹോട്ടൽ, സ്കൂൾ, ആശുപത്രി, റിസോർട്ടുകൾ എന്നിവയ്ക്ക് നിയമം മൂലം ഇത്തരം ഘട്ടങ്ങൾ സുരക്ഷിത സ്ഥാനമായി മാറ്റാൻ നിയമമുണ്ടാവണം. അല്ലെങ്കിൽ അനുമതി കൊടുക്കരുത്. ശരി. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. 2013 ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തിൽ പ്രസന്റ് ചെയ്യപ്പെട്ടു. ഒരുപാട് ചർച്ചകൾ അതിന് മേലിൽ നടന്നു. പലരും ഗാഡ്ഗിലിനെ ഒരു ശത്രുവായി കണ്ടു. കേരളത്തിൻ്റെ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഒരു തടസ്സമായി മാറുന്നു എന്ന് ഒരു പൊതുവെ ധാരണ വന്നു. ഇന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഞാൻ ഇന്ന് രാവിലെ ഒരിക്കൽ കൂടി വായിക്കുമ്പോൾ അതിലെഴുതിയ ഒരു വാചകം എൻ്റെ മനസ്സിനെ വളരെ സ്പർശിച്ചു. കേരളം ഇപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ പശ്ചിമഘട്ടം ഇപ്പോൾ നിൽക്കുന്നത് വലിയൊരു ദുരന്ത ഭൂമിയുടെ മേഖലയിലാണ്. ഒരു വലിയ ദുരന്തം സംഭവിക്കുവാൻ ഒരുപാട് കാലം വേണ്ട, 4-5 വർഷം മതി. അവസാനം ഗാഡ്ഗിൽ കുറിച്ചു, ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ 4-5 വർഷത്തിനുള്ളിൽ വലിയൊരു ദുരന്തം ഉണ്ടായില്ല എങ്കിൽ അതുമാത്രമേ അതിശയമുള്ളൂ എന്ന്. ഇത്തരത്തിലുള്ള അടുത്ത കാലത്തുണ്ടായ ദുരന്തങ്ങൾ ഈ റിപ്പോർട്ടുമായിട്ടൊന്ന് ബന്ധിപ്പിച്ച് നിർത്താൻ തോന്നുന്നുണ്ടോ? ഗാഡ്ഗിൽ റിപ്പോർട്ട് ഒരു കാരണവശാലും തള്ളിക്കളയേണ്ടതോ അതേപോലെ തന്നെ 100% അതിൻ്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ടതോ എന്നുള്ള ചോദ്യം അശാസ്ത്രീയമാണ്. ഇതിനെല്ലാത്തിനും അതാത് പ്രദേശത്തെ ജനസാന്ദ്രത, ജനങ്ങളുടെ പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം എല്ലാവയുമായിട്ട് ബന്ധപ്പെട്ടത്. കഷ്ടകാലം എന്ന് പറയട്ടെ, നമ്മൾ നേരത്തെ സംസാരിച്ച വിവരസാങ്കേതിക വിദ്യയുടെ, ഐടിയുടെ, സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ പ്രചരണം കൊണ്ടുണ്ടായിട്ടുള്ളൊരു തെറ്റിദ്ധാരണ എന്താന്ന് പറഞ്ഞാൽ, വല്ലാണ്ടൊരു ഒറ്റമൂലി സംസ്കാരം ഉണ്ടായിട്ടുണ്ട്. ഒരു പനേഷ്യ. എല്ലാത്തിനും പരിഹാരം ഒരു കാരണം, എല്ലാത്തിനും കാരണം ഒരു കാര്യം. അപ്പോൾ ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ശുപാർശകൾ നടപ്പാക്കാത്തതാണ് കേരളത്തിൽ ഈ ദുരന്തത്തിന് കാരണമെങ്കിൽ, അതേ സമയത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, ജാർഖണ്ഡിലും ഉത്തരാഖണ്ഡിലും ഉത്തരാഞ്ചലിലുമെല്ലാം ഇതിന് സമാനമായ ദുരന്തമുണ്ടായിട്ടുണ്ട്. തീർച്ചയായും. അപ്പോൾ അവിടെ ഗാഡ്ഗിൽ റിപ്പോർട്ടിന് പ്രസക്തിയില്ലേ? അപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ പ്രസക്തിയോടൊപ്പം തന്നെ പ്രകൃതിയാൽ സവിശേഷമായ കുറേ വസ്തുതകൾ വയനാട് പ്രദേശത്ത്, ആ വയനാട് പ്രദേശത്തിൻ്റെ നിമ്നോന്നത, അവിടുത്തെ ജലൊഴുക്ക്, അവിടുത്തെ ജനസാന്ദ്രത, അവിടെ നിർമ്മിച്ചിട്ടുള്ള വിവിധ രൂപത്തിലുള്ള കെട്ടിടങ്ങൾ, ഇവയെല്ലാം പോലെ തന്നെ വയനാടിലെ കാര്യങ്ങൾ കൂടി നമ്മളുടെ പശ്ചിമഘട്ടത്തിനെയും ഉയർത്തിപ്പിടിക്കുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത്,
അത് നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഈ ദുരന്തമുണ്ടാവില്ല എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. എന്നതുകൊണ്ട് അത് നടപ്പാക്കണ്ട എന്ന് പറയുന്നതിനോടും യോജിക്കാൻ കഴിയില്ല. കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യങ്ങൾ, വയനാട് പോലെയുള്ള വളരെ ലോല പ്രദേശങ്ങളെന്ന് രേഖപ്പെടുത്തിയും അറിവുമുള്ള സ്ഥലങ്ങളിലെ പ്രത്യേകതകൾ പരിഗണിച്ച് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത വിഷയങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ആ റിപ്പോർട്ട് ചുരുക്കി നടപ്പാക്കുന്നത്. പറഞ്ഞാല് ഗാഡ്ഗിലിനെ ഒരു ശത്രുവായി കാണേണ്ട ആവശ്യമില്ല എന്ന്. ഒരു പഠനവും ശത്രുവല്ല. ആ എല്ലാ പഠനങ്ങളും പുതിയ വിഷയങ്ങൾ ഉയർത്തും. അങ്ങനെയാണ് ശാസ്ത്രം വളരുക, അങ്ങനെയാണ് മനുഷ്യൻ വളരുക, അങ്ങനെയാണ് പ്രകൃതിയും മനുഷ്യനും വേണമെങ്കിൽ ജീവിക്കാൻ പറ്റുക. കഷ്ടകാലത്തിന് എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഈ നിർദ്ദേശങ്ങളൊക്കെ ചർച്ചയായപ്പെടുന്നത് ദുരന്തം കഴിഞ്ഞതിന് ശേഷമാണ്. ഓരോ ദുരന്തം കഴിയുമ്പോഴാണ് നമ്മൾ നിർദ്ദേശങ്ങൾ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഗാഡ്ഗിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ 100% അത് തള്ളിക്കളയാതെ അതിനകത്തെ സാരാംശങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് എപ്പോഴും നമ്മൾ തയ്യാറാവണം. അതിനനുസരിച്ച് ഒരു റെഡിനെസ് എപ്പോഴും ഉണ്ടാവണം. ഇപ്പൊ തീർച്ചയായും. അടുത്ത് വരാൻ പോകുന്ന ഒരു അടുത്ത വിഷയം ഉറപ്പായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. മുല്ലപ്പെരിയാറായിരിക്കും. ഇതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാൻ പോലും സമയം കിട്ടില്ല. ഇവിടെ ഇരുന്ന് നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ള സമയമോ സൗകര്യമോ കിട്ടുമെന്ന് തന്നെ അറിയില്ല. കാരണം കേരളം തന്നെ തുടച്ചു മാറ്റപ്പെടാമെന്ന് പറയപ്പെടുന്നു. ആ സ്റ്റഡീസ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ആക്ഷൻ ചെയ്തേ പറ്റുള്ളൂ. ഇതിപ്പോൾ ആരുടെ ഉത്തരവാദിത്തം? ഇത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ, കേന്ദ്രത്തിന്റെ ആണോ, സുപ്രീം കോടതിയുടെ ആണോ എന്നല്ല. ഇത് മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യന് ബാധകമാകുന്ന ഒരു സംഭവമാണെന്നുള്ള അടിസ്ഥാന രേഖ അവിടെ ഉണ്ടാവണം അല്ല, എന്ന് ബിജു ഈ ചർച്ചയിൽ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചതിന് ഈ വിഷയത്തിൽ, ഈ സന്ദർഭത്തിൽ വലിയ പ്രസക്തിയുണ്ട്. അതായത് പ്രകൃതിയിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ, അതിലൊന്ന് പ്രത്യേക തരത്തിലുള്ള അതിവൃഷ്ടി, ഉം. മേഘസ്ഫോടനം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള മഴയാണ്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് പ്രാദേശികമായി ലോക്കലൈസ്ഡ് ആയിട്ട് ഒരു വർഷമോ 6 മാസമോ 3 മാസമോ പെയ്യാവുന്ന മഴ ഒറ്റയടിക്ക് ഒറ്റയടിക്ക് പെയ്തു തീർക്കുന്നതിനെ ഗാഡ്ഗിലിന്റെ തലയിലോ കാൽക്കലോ കൊണ്ട് നമുക്ക് വെക്കാൻ വെക്കാൻ കഴിയില്ല. പറ്റില്ല. അപ്പൊ ഈ പറയുന്ന ഇന്നിപ്പോ നമ്മൾ ഈ പറയുന്നതിനേക്കാൾ ഭീകരമായ ചില വസ്തുതകളുണ്ട്. ഇപ്പോൾ കേരളത്തിലുടനീളം ഒരുപാട് മാലിന്യം എടുത്തുകൊണ്ടുപോയി കൂട്ടിയിടുന്ന സ്ഥലങ്ങളുണ്ട്. അവയിൽ പലതിലും നടന്നും നടക്കാവുന്നതുമായ തീപിടുത്തങ്ങളുടെ കാര്യങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾ നേരിടാൻ പോകുന്നത് ഒരു അഗ്നിപർവ്വതത്തെയാവും. അത് തടയാൻ കഴിയില്ല എന്നും അത് പെട്ടെന്ന് അണയ്ക്കാൻ കഴിയില്ല എന്നും അതിൽ നിന്ന് ഉയരുന്ന വിഷവാതകങ്ങളിൽ നിന്ന് മനുഷ്യരെ മാറ്റി പാർപ്പിക്കേണ്ടി വരുമെന്നും വളരെ ചെറിയ തോതിൽ അടുത്തിടെ കൊച്ചി കോർപ്പറേഷൻ ഉണ്ടായത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. അപ്പൊ ഇത് മനുഷ്യർ കൂടി ഉണ്ടാക്കുന്ന മാറ്റങ്ങളുടെ ഭാഗമാണ്. ഇതിനെക്കുറിച്ച് പഠന റിപ്പോർട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ ഒന്ന്, നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ട് റിപ്പോർട്ടുകൾ ഒറ്റമൂലിയല്ല എന്നും റിപ്പോർട്ടുകളെ എതിർക്കുക എന്നുള്ളതല്ല എന്നും മറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞ തയ്യാറെടുപ്പ്, ലഘൂകരണം, വിഭവസമാഹരണം, പൊതു ഇടങ്ങൾ എന്ന വിധത്തിൽ ശാസ്ത്രീയമായിട്ട് കൊണ്ടുവരണം. അതിന് വലിയൊരു പങ്ക് വഹിക്കേണ്ടത് പൊതുജനങ്ങളാണ്. ഈ ചർച്ച പോലും ഒരു ഔദ്യോഗിക ഫോറത്തിൻ്റെയോ ഒരു ഔദ്യോഗിക വേദിയിലോ ഉള്ള ചർച്ചയല്ല. പക്ഷെ ഇത്തരം വിഷയങ്ങൾ കൂടി ഉണ്ട്. പൊതുബാധ്യത ഇൻഷുറൻസ് ഒരു സാധനം നിലവിലുണ്ട്. പൊതുസ്ഥലത്ത് വന്ന് തുടങ്ങുന്ന പൊതുസ്ഥലം ഇതുപോലെ ഘട്ടങ്ങളിൽ പൊതുജനങ്ങളുടേതാണ് എന്നുള്ള ബോധ്യം വരുമ്പോഴാണ് നിയമനിർമ്മാണം വരിക. ഇങ്ങനെ തന്നെ തുടരണം. ഇത്തരം വിഷയങ്ങൾ ഉയർത്തപ്പെടണം. നിങ്ങൾ ഇതുപോലത്തെ വിഷയങ്ങൾ ഇനിയും ഉന്നയിക്കണമെന്നാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. ഈ മഴയുടെ കണക്ക് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത്, ആ പ്രശ്നമുണ്ടായ ഏരിയയിൽ പുഞ്ചിരിമറ്റം എന്ന സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് മുണ്ടക്കയിലും ചുരമറ്റത്തുമൊക്കെ വന്ന മഴയുടെ കണക്ക് ഭയങ്കര ഭീകരമായിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 572 മില്ലിമീറ്റർ മഴ പെയ്തു എന്നുള്ളതും അത് അവസാന 24 മണിക്കൂറിൽ 380ഓളം മില്ലിമീറ്റർ മഴ പെയ്തു എന്നൊക്കെയുള്ള ഭീകരമായ കണക്കുകളായിരുന്നു നമുക്ക് മുന്നിലുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള വലിയ പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് നൽകുന്ന വലിയ പാഠവുമാണ്. മുന്നോട്ടുള്ള കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാൻ നമുക്ക് കുറച്ചുകൂടി വളർച്ച നടത്താൻ സാധിക്കുമെന്നുള്ളത്. പുഞ്ചിരിമറ്റം എന്ന പേരിൽ നിന്ന് ഒരുപാട് പേരുടെ പുഞ്ചിരി മാറി ഒരുപാട് കണ്ണീർ കടലായി മാറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ജീവൻ നഷ്ടപ്പെട്ടവർക്കും അവരുടെ വിഭവങ്ങൾ നഷ്ടപ്പെട്ടവർക്കും നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ആദരാഞ്ജലികൾ നേരുന്നതോടൊപ്പം പുനരധിവാസത്തിനുള്ള നമ്മളാൽ കഴിയുന്ന ഒരു ശ്രമം ഈ സമൂഹം അവർക്കൊപ്പം നിൽക്കുക എന്നതുകൂടിയാണ്. മറ്റൊരു ദുരന്തം നമുക്ക് മുമ്പിലെത്തുന്നതിന് മുമ്പായിട്ട്, മറ്റൊരു ദുരന്തം ഈ സമൂഹത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നൽകിയ പാഠങ്ങൾ, പ്രകൃതി നമുക്ക് നൽകിയ പാഠങ്ങൾ, ഈ സമൂഹം നമുക്ക് നൽകിയ പാഠങ്ങൾ മുന്നോട്ടുള്ള വളർച്ചയിൽ, മുന്നോട്ടുള്ള യാത്രയിൽ ഒരു വഴികാട്ടികളാവട്ടെ, ഒരു വഴിവിളക്കുകളാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റെന്തെങ്കിലും ഈ വിഷയമായിട്ട് പറയുവാനുണ്ടോ?
ഇല്ല. അതിനകത്ത് പറയാനുള്ളത് മനുഷ്യന്റെ പുരോഗതി എന്നുള്ളത് കാലാകാലങ്ങളായിട്ട് നടക്കേണ്ടതാണ്. അത് നടന്നിരിക്കുക തന്നെ വേണം. മാറ്റങ്ങൾ ഉണ്ടാവണം. മാറ്റങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ നമുക്ക് അടിവരയിട്ട് പറയേണ്ട ചില കാര്യങ്ങളിൽ നമ്മൾ അടിസ്ഥാനപരമായിട്ട് ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഈ പറയുന്ന പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളിൽ നമുക്കൊരു റെഡിനെസ്, അതായത് തയ്യാറെടുപ്പ്, പ്രകൃതി ദുരന്തങ്ങൾക്ക് എതിരിടാനായിട്ട് നമ്മളൊരു തയ്യാറെടുപ്പ് ഉണ്ടാവണം എന്നുള്ളൊരു ആശയമാണ് ഇവിടെ ഊന്നി പറയാനുള്ളത്. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന മേഖലകളിലെല്ലാം ഓരോ വ്യക്തിയും അണ്ണാർക്കണ്ണൻ തന്നാലായത് എന്ന് പറയുന്ന പോലെ ഓരോ വ്യക്തിക്കും എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് അത് സംസാരത്തിലൂടെയല്ല പ്രവൃത്തിയിലൂടെ ചെയ്യാൻ കഴിയണമെന്നുള്ള ഒരു മഹത്തായ ഒരു പാഠമാണ്. വളരെ ശരിയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഘട്ടത്തിൽ ഈ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജീവകാരുണ്യമായ മനുഷ്യരുടെ മനസ്സ്, സഹായിക്കാനുള്ള മനുഷ്യരുടെ മനസ്സ് കൊച്ചു കൊച്ചു കാരണങ്ങളാൽ എന്തെങ്കിലും പുഴുക്കുത്തുകൾ ഉയർത്തുന്ന വളരെ വിലപ്പെട്ടതല്ലാത്ത വിഷയങ്ങളുടെ പുറത്ത് ഒതുക്കി നിർത്തേണ്ടതല്ല. നമ്മുടെ സഹോദരരാണവർ. ഉം. നാളെ ഇന്ന് കൈ അയച്ച് സഹായിക്കുന്നവൻ നാളെ ഒരു പക്ഷെ കൈ നീട്ടി വന്ന് നിൽക്കേണ്ടി വന്നേക്കുമെന്ന് മറക്കാതെ ഒത്തൊരുമിച്ച് ഒരുമയോടുകൂടി ഇതിനെ നേരിടാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം പറഞ്ഞു. കേരളത്തിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കുന്നു. മാധ്യമങ്ങൾ വലിയൊരു പങ്ക് വഹിക്കുന്നു ഇതിൻ്റെ പുനരധിവാസത്തിൽ. പക്ഷേ ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. പലപ്പോഴും മാധ്യമങ്ങളുടെ ശ്രദ്ധ മാറുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതായി കാണുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്ന വലിയ പുനരധിവാസം നടക്കുമ്പോൾ ആ പ്രശ്നങ്ങളെക്കുറിച്ച് സമൂഹം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റു ചില ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളിലേക്ക് മാധ്യമ ശ്രദ്ധ മാറുകയും വയനാടിന് ആവശ്യമായി ഉണ്ടായിരുന്ന സമൂഹ സപ്പോർട്ട്, മാധ്യമങ്ങളുടെ സപ്പോർട്ട് മാറിപ്പോയതായിട്ട് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. അത് വളരെ വ്യക്തമാണെന്ന് മാത്രമല്ല, അത് മാധ്യമരംഗത്ത് ഉണ്ടായിട്ടുള്ള കുത്തക സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. മാധ്യമങ്ങളുടെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ നിർവചിക്കുന്ന ഉത്തരങ്ങളൊന്നും ഇന്നത്തെ പൊതുരംഗത്തുള്ള ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതൊരു കച്ചവടമായി മാറുകയും അവരുടെ റേറ്റിംഗ് നിലനിർത്തുക, കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടുക, ശ്രോതാക്കളുടെ എണ്ണം കൂട്ടുക എന്നുള്ള ആവശ്യത്തിന് പുറകെ പോകുമ്പോൾ മനുഷ്യരും മനുഷ്യത്വവും മാധ്യമത്തിൽ വരേണ്ട വാർത്തകളും നഷ്ടപ്പെടുകയും മാധ്യമരംഗത്തുണ്ടാകുന്ന മൂല്യച്യുതിക്ക് മാധ്യമച്യുതിയാണ് ഉണ്ടാകുന്നത് എന്ന് പറയേണ്ട അവസ്ഥയിലാണെന്നുള്ളതാണ് വസ്തുത. എന്തുവരുന്നു ബിജു? അതിൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇത് അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ സന്ദർഭങ്ങളിലൊക്കെ ഒരു പ്രപ്പോസ്ഡ് അജണ്ട പോലെ ഫീൽ ചെയ്യാറുണ്ട്. കാരണം വെച്ചാൽ നമുക്കൊരു ഫോക്കസ് റിക്വയർഡ് ആയിട്ടില്ല. അത് നമുക്ക് ശ്രദ്ധ വേണ്ട ഒരു കേന്ദ്രത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കത്തെ തന്നെ അത് അതിനകത്തുനിന്ന് കൂടുതൽ ചർച്ചകൾ വരുന്നു എന്നുള്ളൊരു ഭയത്താൽ ഒരുപക്ഷെ അത് മാറ്റി വിട്ട് വേറെ ചർച്ചകളിലേക്ക് പോകാനുള്ള പക്ഷേ സാധ്യത അതൊരു മാധ്യമധർമ്മമോ അതോ മാധ്യമ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് പോകുന്നല്ലോ? കോമ്പിനേഷനാണ്. അതൊരു പൊളിറ്റിക്കൽ മാധ്യമ ഒരു ശരിയാണ്, ആക്ടിവിറ്റി ശരിയാണ്. ആയിട്ടാണ് എനിക്ക് തോന്നാറ്. ശ്രദ്ധ മാറ്റി വിടണം എന്നുള്ളൊരു പ്രത്യേക അജണ്ട എവിടെയോ ഉണ്ട്. ആ അജണ്ട ഒരുപക്ഷെ മാധ്യമത്തിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട ആവാം. പക്ഷേ അതോടൊപ്പം നംസർ പറഞ്ഞത് നമുക്ക് ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സായി മാറുമ്പോൾ മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് എന്നൊരു വാക്ക് അദ്ദേഹം സൂചിപ്പിച്ചു. ആ റേറ്റിംഗ് ആണോ ഇതിലേക്ക് നയിക്കുന്നത് എന്നുള്ളത് ഈ ചോദ്യം. റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് ഇന്ത്യൻ എക്സ്പ്രസിൽ വർക്ക് ചെയ്തത് 3.5 വർഷം ഇന്ത്യൻ എക്സ്പ്രസിൽ ഉണ്ടായിരുന്നതാണ്. അതേ കാലഘട്ടങ്ങളിലും ഈ സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ ഒരു തന്ത്രം എന്നുള്ളത് മനുഷ്യന് കാതലായിട്ട് ആവശ്യമുള്ള സ്ഥാനങ്ങളിലുള്ള വാർത്തകൾ കൊടുത്ത് അതിൽ ചർച്ചകൾ നിലനിർത്തിക്കൊണ്ടു പോകുക എന്നുള്ളതാണ്. ഇപ്പൊ ലീല മേനോൻ പോലത്തുള്ള എം കെ ദാസ് പോലുള്ള ആളുകൾ എഴുതിയിരുന്ന ഒരു ചർച്ച തുടങ്ങി വെച്ചാൽ അതിനൊരു അറ്റം കാണുന്നത് വരെ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. ആ കണ്ടിന്യൂറ്റിയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ആ നഷ്ടപ്പെടുന്നത് ഒരു ബിസിനസ് ഓറിയന്റേഷനിൽ മാത്രം വന്ന് ചിന്തിക്കുമ്പോൾ അത് സമൂഹത്തിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമ്മളുടെ ചിന്തകൾ ഇപ്പൊ ഒരു കോമൺ ആളുകളുടെ ആവശ്യത്തിന് പറ്റുന്ന ഒരു ചർച്ചയാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ നടക്കുന്ന ചർച്ചകൾ കൊണ്ട് ഒരു സാധാരണക്കാരന് ഒരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല, അല്ലേ? മുകളിലത്തെ ലെയറിലൊക്കെ എവിടെയോ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതല്ല, അത് ഈ പറയുന്ന ഇക്കിളിപ്പെടുന്ന ചർച്ചകളുടെ കാര്യമാണ് പറയുന്നത്. സാധാരണ മനുഷ്യന് ഒരു ഗുണം ഉണ്ടാകുന്നില്ല. അതേസമയം വയനാട് അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഈ പ്രകൃതി ദുരന്തങ്ങൾ, അതിൻ്റെ ഉള്ള റെഡിനെസ്, മുല്ലപ്പെരിയാർ അതുപോലുള്ള സാധനങ്ങൾ കൂടുതൽ ചർച്ച ആവശ്യമുള്ളതാണ്. ഇവിടെയാണ് ഒരു പക്ഷേ മെയിൻ മാധ്യമങ്ങളെക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയയുടെ ആവശ്യകത, സോഷ്യൽ മീഡിയയിലുള്ള
ഇമ്പോർട്ടൻസ് വരുന്നത്. ഞാൻ പറഞ്ഞ ഈ ഉണ്ടാവുന്ന ചവറ് സാധനങ്ങളെ കുറിച്ചല്ല പറയുന്നത്. എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് ഇവിടെ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. മെയിൻ മാധ്യമങ്ങൾ അതിൻ്റെ പുറകെ പോകുമ്പോഴും ഈ സോഷ്യൽ മീഡിയയുടെ റീച്ച് വളരെ ഹൈ ആണ്. അവിടെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ നന്നായിട്ട് ഉപയോഗിച്ച് ഇത്തരം വാർത്തകളുടെ കണ്ടിന്യൂറ്റി നിലനിർത്തിക്കൊണ്ടുപോയി അതിന് ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്നുള്ളൊരു പൂർണ്ണ വിശ്വാസക്കാരനാണ് ഞാൻ. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ന് വലിയ മാധ്യമ ബലം, മാധ്യമ ശക്തി, അത് ആളുകളുടെ, വായനക്കാരുടെ, കേൾവിക്കാരുടെ എണ്ണത്തിലുള്ള ബലം തന്നെ തിരുത്തപ്പെടുന്നത് സമാന്തര മാധ്യമങ്ങളിലൂടെയാണ്. ഉം. ഈ ആധുനിക വാർത്താവിനിമയ സമ്പ്രദായവും സാങ്കേതിക വിദ്യയും ടെക്നോളജിയും ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ആരും ഒരു ഭാഗത്ത് നിന്ന് കേൾക്കുകയോ കാണുകയോ മാത്രം ചെയ്യുന്ന വ്യക്തികളല്ല. അവരെല്ലാവരുടെയും അവരുടെ കയ്യിൽ കേൾപ്പിക്കാനും കാണിപ്പിക്കാനും കഴിയുന്ന ഉപകരണങ്ങളുള്ളവരുണ്ട്. ഉണ്ട്. അതെ. പല നുണകളും അദ്ദേഹം പറഞ്ഞതുപോലെ കൃത്യമായിട്ട് അജണ്ട നിർണയിച്ച് സ്ഥാപിക്കപ്പെട്ടെടുക്കാൻ ശ്രമിച്ച നുണകൾ പൊളിച്ചു കൊടുത്തത് പോലും ഈ സമാന്തര മാധ്യമങ്ങളാണ്. 2, ഇതും കച്ചവടത്തിന്റെ കണ്ണിലൂടെ കണ്ടാൽ, കച്ചവടം ആണെന്ന് പറഞ്ഞത് കൊണ്ട് കച്ചവടം നിർത്താൻ നിങ്ങൾക്ക് കഴിയില്ല. പക്ഷെ ഇത് തുറന്നിടുന്നൊരു കച്ചവട സാധ്യതയുണ്ട്. തമാശയാണെന്ന് തോന്നാമെങ്കിലും നിരന്തരം എന്ന പേരിൽ ഒരു മാധ്യമം, നിരന്തരം എന്ന പേരിൽ ഒരു പത്രം, നിരന്തരം എന്ന പേരിൽ ഒരു ചാനൽ, നിരന്തരം എന്ന പേരിൽ ഒരു റേഡിയോ ചാനൽ, അവ ചെയ്യേണ്ടത് ഒരു വിഷയത്തിന് നിരന്തരം നൈരന്തര്യത്തോടെ ദിനം പ്രതി അതിൻ്റെ പുതിയ 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 വികാസങ്ങൾ അറിയിക്കുക. അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്, നടന്നു പോകുന്ന കാലങ്ങൾ ഓർമ്മകളുടെ പിൻബലങ്ങളിലേക്ക് തള്ളപ്പെടും. ഇക്കിളിയോ രസമോ തമാശയോ കൗതുകമോ കരച്ചിലോ ഉണ്ടാക്കുന്ന പുതിയ വിഷയങ്ങൾ വരും. ആർക്കും ഒരു നടന്ന വിഷയത്തിൻ്റെ അന്നന്നത്തെ അവസ്ഥ ഈ അറിയാതെ പോകും. വയനാടുമായിട്ട് ചേർത്ത് വെക്കുകയാണെങ്കിൽ അതിന് മുമ്പ് നടന്ന കവളപ്പാറയിൽ നടന്ന സംഭവം ഏതാണ്ട് ഇതേപോലെ തന്നെയുള്ളൊരു സംഭവമാണ്. അത് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കറിയില്ല. കാരണം അത് പിന്നീട് ചർച്ചയായിട്ടില്ല. അതെവിടെയോ അത് നഷ്ടപ്പെട്ടു പോയി. മാധ്യമങ്ങളോട് ഒരു അപേക്ഷയാണ്. നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രളയം ഉൾപ്പെടെ നടന്ന എല്ലാ പ്രകൃതി ദുരന്തങ്ങളിലും നിങ്ങളുടെ ഒരു പങ്ക് ഒരുപാട് വലുതായിരുന്നു. പക്ഷേ നമുക്കെവിടെയെങ്കിലും മൂല്യച്യുതി സംഭവിക്കുന്നുണ്ടോ എന്നത് മാധ്യമങ്ങൾ ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടതാണ്. വാർത്തകൾക്ക് പിന്നിൽ പോകുമ്പോൾ മനുഷ്യത്വം എവിടെയെങ്കിലും നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഇന്ന് ഈ യാത്രയിൽ, ഇന്നിവിടെ ഈ സൗഹൃദ സംഭാഷണത്തിൽ, ഈ പ്രശ്നം നടക്കുന്ന സ്ഥലത്തുനിന്ന് ഒരുപാട് ദൂരെ നിന്ന് ഞങ്ങൾ ഈ വിഷയം നിങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ട ജീവനും നഷ്ടപ്പെട്ട അവരുടെ പണത്തിനോ അല്ലെങ്കിൽ അവരുടെ ഇത്രയും കാലമുള്ള സമ്പാദ്യത്തിനോ ഒന്നും ഒരു പകരമാവില്ല എങ്കിലും നമ്മൾ ഒരു സാമൂഹ്യ ജീവിയായ നിലയിൽ ഈ സമൂഹത്തിൻ്റെ വേദനയിൽ ഞങ്ങൾ കൂടി പങ്കുചേരുകയാണ്. നമ്മളാൽ കൊണ്ടാവുന്ന വിധത്തിൽ ഈ സമൂഹത്തിൻ്റെ പുനഃസൃഷ്ടിക്ക് നമുക്ക് കൈകോർക്കാം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.